വീഡിയോ എടുത്തിട്ട് പറയല്ലേ, ദൈവത്തോട് സംസാരിക്കില്ല, ഇംഗ്ലീഷ് പറയല്ല, മലയാളത്തിൽ പറ. ഓക്കെ മലയാളത്തിൽ പറയാം. എന്താണ് പറയണേന്ന് പറയുന്നത്? അതെ ഡണ്ണാ എന്തിട്ടാ ക്യാമറ കിട്ടിയ 25 കിലോമീറ്റർ നടന്നു ശേഷം ആശുപത്രി കിടക്കുന്നത്. നിനക്കെന്താ പ്രശ്നം? അവരുടെ കൈ എന്റെ കാലിന്റെ നേരെ എന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കത് കാണുമ്പോ പേടിയാണ്. ഇവിടെയാണ് അവന്റെ അതാണ് എന്റെ പ്രശ്നം. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് വീഡിയോ കാണുമ്പോ നമ്മള് തലരിഞ്ഞു നോക്കേണ്ടി തന്നെത്താനും ഒക്കെ ആയിക്കോളും. വേദന ഉണ്ടോ സരിവേ? അല്ല ഞാൻ വിചാരിച്ചു അത് വെറുതെ ഒരു നീരിൽ അവശേഷിക്കുകയാണോ എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിലാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ എടാ നീ ചെരുപ്പിട്ടിട്ട് കിടക്ക്, ചെരുപ്പിട്ട് കിടക്ക്. കാരണം അടിയിൽ നിന്ന് തണുപ്പ് വന്നു കഴിഞ്ഞാലേ എന്തിനാ വേറെ റിസ്ക് എടുക്കുന്നത്? ചിരിക്കല്ലേ അവനെ കളിയാക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ ചിരിച്ചു. ആ കാലം അവിടെ ഇരിക്കട്ടെ, എന്തിനാണ് വെറുതെ മറ്റേ കാലം കൂടി ചിന്താക്കുന്നത്? ഏത് മുടി കയറിയാലും ശരി. അതെന്താണ്? ഇന്നലെ നടന്ന സംഭവത്തെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? നീ വിചാരിച്ചിരുന്നോ നിനക്ക് 25 കിലോമീറ്റർ താണ്ടാൻ പറ്റുമെന്ന്? 25 കിലോമീറ്റർ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. മലകൾ കയറുന്നു, അപ്പൊ മലകൾ നടക്കുകയും ചെയ്ത് പോരാത്ത 25 കിലോമീറ്റർ, അത് 15 കിലോമീറ്റർ കയറ്റവും 10 കിലോമീറ്റർ ഇറക്കവും. ഓസം ട്രിപ്പ്. ഇനി അടുത്ത് പറയൂ. ഇങ്ങനെ ഒരു ട്രിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ 25 കിലോമീറ്റർ നടന്നു കയറുക എന്നുള്ളത് ഒരു ഗംഭീര വ്യക്തമായിട്ട് നിനക്ക് തോന്നിയിരുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇത് സാധിക്കുമോ എന്ന് നിനക്ക് തോന്നിയിരുന്നു? നിങ്ങൾക്ക് എന്തൊക്കെ തോന്നിയിരുന്നു? കാരണം നിങ്ങളാണല്ലോ ഇതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിദഗ്ധ അഭിപ്രായം. നമ്മളെല്ലാം ജീവനോടെ അതായത് ഒരുപക്ഷെ ഞങ്ങൾ തട്ടിപ്പോകുമെന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നതാണ് നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത്. അല്ല, ഇനി ഇറങ്ങുന്ന വഴിയിൽ വേറെ ആർക്കെങ്കിലും കാലിലോ മറ്റെന്തോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ആയിരുന്നു അതിന്റെ നിങ്ങളുടെ രസം? അതായത് നിങ്ങൾ അത് കേറുമ്പോൾ നിങ്ങൾ അതിന്റെ വരാഴികൾ ആലോചിച്ചില്ല എന്ന് പറയുന്നതല്ലേ കുറച്ചും കൂടി അല്ലെങ്കിൽ നമുക്ക് വീഗാലാൻഡിൽ പോയാൽ മതിയായിരുന്നു. ആ കാര്യം ഞാൻ അംഗീകരിക്കുന്നു. എങ്കിലും നമ്മളെ എല്ലാവരെയും പ്രതീക്ഷിച്ച ഒരു നമ്മുടെ ഫ്യൂച്ചർ മണവാട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും വളരെ മോശമായ എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ എല്ലാ ദിവസവും നീ എറണാകുളത്തൂടെ ബൈക്ക് ഓടിക്കില്ല, അതിനേക്കാളും റിസ്ക് ഒന്നുമില്ല. അത് നീ പറയരുത്. എറണാകുളത്തോടെ വളരെ അതിശാസ്ത്രത്തോടു കൂടിയാണ് ഞാൻ ഓടിച്ചു പോകുന്നത്. ഒരു ദിവസം എത്ര പേരെന്നറിയോ ആക്സിഡന്റ്? 2 വീലേഴ്സ് അത്ര ഇതുപോലും ഇല്ല ഈ മലയിൽ മരിക്കുന്നത്. നമ്മൾ ആ മല ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി 2 മണിക്കൂറും കൂടി അവിടെ നിൽക്കുകയാണെങ്കിൽ മിക്കവാറും മഴ തട്ടി പോകും. അതുപോലെ നിങ്ങൾക്കുണ്ടായ ആ ഒരു ഭാവം എന്താണ്? അല്ലെങ്കിൽ അതെ, ആ ഇറക്കത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണല്ലോ സ്വരൂപിന്റെ കാലിൽ വരുന്ന ആ ഒരു ഫ്രാക്ചർ. അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വേറെ മാർഗമില്ലല്ലോ, കേറിപ്പോയില്ലേ, ഇത് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? പുലി പിന്നെ നമ്മൾ 12 കിലോമീറ്റർ നടന്നതിന് ശേഷമാണ് പുള്ളി പറയുന്നത് നമുക്ക് മതിയാക്കി പോകാമെന്ന്.
അപ്പൊ പിന്നെ ബാക്കി 2 കിലോമീറ്റർ നമ്മൾ നടന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ 2 കാലമായിട്ടിരിക്കുന്നത്? 2 കിലോമീറ്റർ നടത്തി നമ്മുടെ ലക്ഷ്യത്തിലെത്തണ്ടേ? അതെ, അത് തീർച്ചയായും വേണം. എങ്കിലും പലരും പറഞ്ഞു എക്സ്പീരിയൻസ് കിട്ടില്ല. പോയാൽ നമ്മളവിടെ സെക്യൂർ ആണ്. എന്ത് ആക്സിഡന്റ് ഉണ്ടായാലും അപ്പോൾ അതായത് തീർച്ചയായും വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ ആയിരുന്നു നമ്മൾ ഇന്നലെ യാത്ര ചെയ്തത്. ഇതിനെ കുറിച്ചുള്ള സ്വരൂപിന്റെ വിദഗ്ധമായ അഭിപ്രായം എന്താണ്? എവിടെ ഞാൻ കണ്ടില്ല, ഒന്നുകൂടി. അതാണ് അച്ചീവ്മെന്റ്. അതായത് നീ ഇതുവരെ പോകാത്ത വ്യത്യസ്തമായ ഒരു പാതയിലൂടെ നീ പോയി. അതായത് പോയിട്ട് തിരിച്ചെത്തി. അതും ഒരു ദൈവാനുഗ്രഹമാണ്. അതായത് ദൈവത്തിന്റെയും നിന്റെ ഭാര്യയുടെയും ഒരു പ്രത്യേക ഒരു ശക്തി ഉണ്ടായിരുന്നു കൊണ്ടാണ് നീ തിരിച്ചെത്തിയത്. അപ്പൊ അതായത് നമ്മുടെ ഈ കാലാണ് വളരെയധികം ഖേദം ഉണ്ടായത്. ക്യാമറ ജാക്സന്റെ അഭിപ്രായം കേൾക്കാം. വിളിക്കാൻ പറ്റാത്തതിൽ എന്താണ് തോന്നിയത്? നിന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന ഒരു ഘട്ടത്തിൽ തോന്നിയപ്പോൾ ജിയോമിയെ വിളിക്കാനും പറ്റത്തില്ല, മൊബൈൽ പറയുന്നില്ല. എന്താ നിനക്ക് പറയൂ. തീർച്ചയായിട്ടും ഞാൻ തിരിച്ചെത്തുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. പിന്നെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ചത്തോടത്തിന് ശേഷം വരൂല. പക്ഷെ ജീവനോടെ അടിയിലെത്തുമോ, ജീവനോടെ എങ്ങനെ അടിയിലെത്തും എന്നുള്ളതായിരുന്നു മൂലമുള്ള വിഷയം. കാരണം ഒരുപക്ഷെ ഫ്രാക്ചർ ആയിരുന്നു എങ്കിൽ കൂടി ഭാഗ്യത്തിന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് തിരിച്ച് അടിയിലും വേദന മാറൂടാ. അത് നീ കാലോട്ട് കുത്തി നോക്കണത് ചുവന്നൊക്കെ ഇരിക്കല്ലേ, പഴുത്തോ പഴുത്തോന്ന് അറിയാൻ വേണ്ടി പറയൂ ജാക്സൺ, ബാക്കി എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ്? ആദ്യത്തെ ബേസ് ക്യാമ്പിൽ എത്തിയപ്പോൾ എന്തായിരുന്നു ആ മനസ്സിലാ പുൽപില്ലിൽ കിടക്കുമ്പോൾ എന്തായിരുന്നു നിന്റെ മനസ്സിലാ ആ ചിന്ത? ദൈവമേ, എങ്ങനെ ഇവരെല്ലാവരും നടക്കുന്നല്ലോ, എനിക്ക് നടക്കണ്ടേ എന്നുള്ള ഒരു ഭാവമായിരുന്നു മുന്നോട്ട് നയിച്ചത്. വീഡിയോ എടുത്താൽ മതി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ ഞാൻ സദാ സന്നദ്ധനാണ്. ഞാൻ എല്ലാവരോടും കൂടെ ഒരു ചോദ്യം. അതായത് ഈ ആദ്യത്തെ ഒരു 10 കിലോമീറ്റർ നടന്നപ്പോൾ കഴിഞ്ഞപ്പോൾ അജിത്തിനോടുണ്ടായ വികാരം എന്താണ്? അത് സുജിത്ത് എനിക്ക് ആരോടൊരു വികാരമില്ല. കാരണം എനിക്ക് ആ പോയിന്റ് എത്ര സെക്കൻഡ് ഹൈസ്റ്റ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് അവിടെ എത്ര ഭയങ്കര ആഗ്രഹമായിരുന്നു. അല്ല അജിത്തിനോ അല്ലെ മയിൽ വാഹൻ ആ ചേട്ടനോ എത്തുന്നല്ല, എനിക്ക് ആ പോയിന്റ് ഭയങ്കര ആഗ്രഹം. ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും ഇങ്ങനെ നടന്നു കയറണമോ എന്നുള്ളതായിരുന്നു എന്റെ മുമ്പിലെ പ്രശ്നം. പിന്നെ എന്ത് പറയുന്നു, നമ്മൾ നടന്നു പോണായിരുന്നു അതോ ജീപ്പ് വിളിച്ച് പോണായിരുന്നു? ഈ ചോദ്യം ഇന്നലെ രാവിലെ ജീപ്പിന് പോയാൽ മതി. എങ്ങനെയായിരുന്നാലും തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവത്തിൽ ഇവിടെ ആയിരുന്നു പോയിരുന്നത്. ഇനി മേലാല ഇങ്ങനെയുള്ള ഒരു യാത്ര ഒരുപക്ഷെ നടത്തുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഭാവിയാണല്ലോ. എനിക്കിനെ പറ്റുമെങ്കിൽ കേട്ടാ മതി. തീർച്ചയായിട്ടും പറ്റണ പോലെ പറ്റും, നമുക്കല്ലാതെ ഹർഷഭൂഗില് എന്നും എന്റെ ഫാനായിരുന്നു. എന്റെ ഒരു ചോദ്യം, വൈകിട്ട് 4 മണിക്ക് നമ്മളെ ജീപ്പിൽ തിരിച്ചു വിളിക്കാൻ ജീപ്പ് വരികയുള്ളൂ. അതുവരെ നടക്കണമെന്ന് പറഞ്ഞാണ് നമ്മൾ പോയത്. പകുതി ആയപ്പോ കഴിഞ്ഞ് നിട്ടിട്ട് പോകാൻ എവിടാടാ ജീപ്പ് വരുന്നത്? നീ നിങ്ങൾ നടന്നതിന്റെ പുറകെ നടത്തുന്നല്ലേ?
നടക്കണമെന്ന്. തമിഴ്നാട്ടിൽ പോകുമ്പോ നമ്മള് വ്യൂ കാണും. ഫ്രണ്ടിൽ ഒരു കഴുത പോകും, അതിന്റെ വാലിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ടുണ്ടാവും, അതിന്റെ പുറകെയുള്ള അതേ കാലിന്റെ പഴക്കം നിർത്തിയില്ലെങ്കിൽ ആ ക്യാമറ വാട്ടർ പ്രൂഫ് ആണ്. 5 മീറ്റർ ഞാൻ പുറത്തിലെറിയും. എങ്ങനെയായാലും കൊള്ളാം. അങ്ങനെ മറ്റൊരു ശുഭകരമായ യാത്രയിൽ ഇതിന്റെ പരിണാമ ഫലങ്ങൾ അടുത്ത ഒരാഴ്ച അനുഭവിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. തീർച്ചയായും ആനമുടിയിലേക്ക് പോകാം. Okay, done. Thanks for your comments. Thanks for your time and thanks for everything. തീർച്ചയായിട്ടും ആനമുടിക്ക് ജയ്. ആനമുടിയിൽ വെച്ച് കാണാം. ഇത് ബാക്കിയുള്ള യാത്ര ആനമുടിയിലേക്ക്. ഓക്കെ, ഡൺ. താങ്ക്സ്.